നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു സ്പാനിഷ് വമ്പന്മാരായ റയൽ മാഡ്രിഡ് ജൂഡ് ബെല്ലിംഗ്ഹാമിനെ സ്വന്തമാക്കിയത്. ഈ സീസണിൽ അദ്ദേഹം തകർപ്പൻ പ്രകടനമാണ് ഇപ്പോൾ പുറത്തെടുക്കുന്നത്. ലാലിഗയിലെ ടോപ്പ് സ്കോറർ അത് മറ്റാരുമല്ല, ജൂഡ് ബെല്ലിംഗ്ഹാം ആണ്. ഇനിയിപ്പോൾ വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ കിലിയൻ എംബപ്പെ കൂടി റയൽ മാഡ്രിഡിനൊപ്പം ചേരും. വിലിയും അതുപോലെ തന്നെ ബെല്ലിംഗ്ഹാമും എംബപ്പയും എൻട്രിക്കും ഒക്കെ ചേർന്ന റയൽ മാഡ്രിഡ് കൂടുതൽ ശക്തരായിരിക്കും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. മാത്രമല്ല, ഏർലിംഗ് ഹാലൻഡിനെ സ്വന്തമാക്കാൻ കൂടി ഇപ്പോൾ റയലിന് താല്പര്യമുണ്ട്. ഹാലൻഡിനെ കൂടി സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ റയൽ മാഡ്രിഡ് ഒരു ഗലാക്ടിക്കോസ് ടീമായി മാറും എന്ന കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. റയൽ മാഡ്രിഡിന്റെ ബ്രസീലിയൻ ഇതിഹാസമായ റൊണാൾഡോ നസാരിയോ ഇതേക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഹാലൻഡ് കൂടി റയലിൽ എത്തിയാൽ അത് ക്രേസി ആയിരിക്കും എന്നാണ് റൊണാൾഡോ നസാരിയോ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: റയൽ മാഡ്രിഡിന്റെ പോളിസി എന്തെന്നാൽ ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങൾ ക്ലബിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് ഏർലിംഗ് ഹാലൻഡ്. എല്ലാവർക്കും ഹാലൻഡിനെ വേണം. അദ്ദേഹം ഇപ്പോൾ അവിശ്വസനീയമായ ഒരു ക്ലബിലാണ് ഉള്ളത്. സിറ്റി മികച്ച രൂപത്തിലാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹാലൻഡ് ഹാപ്പിയാണ്. പക്ഷെ ഹാലൻഡ് റയൽ മാഡ്രിഡിൽ എത്തും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ താരങ്ങളെല്ലാവരും റയലിൽ എത്തിയാൽ അത് എന്നെ ഗലാക്ടിക്കോസ് ടീമിനെ ഓർമ്മിപ്പിക്കും. ഈ താരങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നാൽ അത് ക്രേസി ആയിരിക്കും. അവിശ്വസനീയമായ ഒരുപാട് കാര്യങ്ങൾ അവിടെ സംഭവിക്കും. അത്തരത്തിലുള്ള ഒരു ടീമായിരിക്കും. ഒരുപാട് നേട്ടങ്ങൾ സ്വന്തമാക്കാൻ അവർക്ക് സാധിക്കും. പക്ഷെ ഇവരെ എല്ലാം മാനേജ് ചെയ്യുക എന്നുള്ളത് ആഞ്ചലോട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളി തന്നെയായിരിക്കും. എന്നിരുന്നാലും മികച്ച താരങ്ങൾ ഉണ്ടാവുക എന്നത് ഒരു പരിശീലകനെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായ കാര്യമാണ്. ഇതാണ് റൊണാൾഡോ നസാരിയോ ഇപ്പോൾ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. റയൽ മാഡ്രിഡ് ഈ സീസണിൽ മികച്ച പ്രകടനമാണ് ഇപ്പോൾ പുറത്തെടുക്കുന്നത്. ലാലിഗയിൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് റയൽ തന്നെയാണ്. മാത്രമല്ല, യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽ പ്രവേശിക്കാനും ഇപ്പോൾ റയലിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.